നമസ്കാരം. അമേരിക്ക ഇറാൻ സമാധാന കരാറിനോട് ഇസ്രായേൽ യോജിച്ചേക്കില്ലെന്ന സൂചന നൽകി വൈസ് പ്രസിഡന്റ് JD വാൻസ്. അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ ഇസ്രായേൽ ചോർത്തിയെന്ന റിപ്പോർട്ടുകളോട് പ്രതികരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇസ്രായേൽ അമേരിക്കൻ നയതന്ത്രജ്ഞരെയും പെന്റഗൺ ഉദ്യോഗസ്ഥരെയും നിരീക്ഷിക്കുന്നതിൽ US രഹസ്യാന്വേഷണ വിഭാഗം കടുത്ത ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. അമേരിക്കയുടെ ചില ശത്രു രാജ്യങ്ങളെക്കാൾ വലിയ കൗണ്ടർ ഇന്റലിജൻസ് ഭീഷണിയായിട്ടാണ് US പ്രതിരോധ മന്ത്രാലയം ഇപ്പോൾ ഇസ്രായേലിനെ വിലയിരുത്തുന്നതെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്, പെന്റഗൺ പോളിസി ചീഫ് എൽബ്രിഡ് കോൾബി എന്നിവരുൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരും മറ്റ് സൈനിക ഭരണ ജീവനക്കാരും ഇസ്രായേലിന്റെ നിരീക്ഷണത്തിലാണെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇറാനുമായിട്ടുള്ള US സമാധാന ചർച്ചകളുടെ വിവരങ്ങൾ ചോർത്താനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നതെന്നാണ് ആക്ഷേപം. ഇറാൻ വിഷയത്തിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും തന്ത്രപരമായ ലക്ഷ്യങ്ങൾ വ്യത്യസ്തമാണെന്ന് വൈസ് പ്രസിഡന്റ് JD വാൻസ് കഴിഞ്ഞ ദിവസം പരസ്യമായി സമ്മതിച്ചിരുന്നു. USഉം ഇസ്രായേലും തമ്മിൽ നിരവധി തന്ത്രപരമായ പൊതു താൽപര്യങ്ങൾ പങ്കിടുന്നുണ്ടെന്ന് വ്യക്തമാക്കിയ വാൻസ്, എന്നാൽ എല്ലാ കാര്യങ്ങളിലും ഇരു രാജ്യങ്ങളും ഒരേ നിലപാടല്ല സ്വീകരിക്കുന്നതെന്നും ഈ താൽപര്യങ്ങൾക്കിടയിലും പരസ്പരം വിയോജിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാൻ വിഷയത്തിൽ ഇസ്രായേലിന് ചില പ്രത്യേക ലക്ഷ്യങ്ങൾ ഉണ്ടാകാമെങ്കിലും ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നത് തടയുക എന്ന അമേരിക്കയുടെ പ്രധാന താൽപര്യത്തിനാണ് തങ്ങൾ മുൻഗണന നൽകുന്നതെന്നും അത് അമേരിക്കൻ ജനതയുടെ സുരക്ഷയ്ക്ക് അനിവാര്യമാണെന്നും വാൻസ് ഫോക്സ് ന്യൂസിനോട് പ്രതികരിച്ചു. ഇറാന്റെ ആണവ കരാറിന് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഒരു പരിഹാരം കാണാൻ നമുക്ക് സാധിക്കുമെന്ന അദ്ദേഹത്തിന്റെ നിലപാട് ശരിയാണെന്ന് ഞാൻ കരുതുന്നുവെന്നും വാൻസ് പറഞ്ഞു. ഇപ്പോൾ ഇസ്രായേലിന് അത് ഇഷ്ടപ്പെടാതിരിക്കാം, എന്നാൽ അടിസ്ഥാനപരമായി ഇത് അമേരിക്കൻ ഐക്യനാടുകളുടെ ഏറ്റവും മികച്ച താൽപ്പര്യങ്ങൾക്കൊപ്പമാണെന്ന് ഞങ്ങൾ കരുതുന്നുവെന്നും അദ്ദേഹം പ്രതികരിച്ചു. അതേസമയം ഇസ്രായേലും ഇറാനും പരസ്പരം മിസൈൽ ആക്രമണങ്ങൾ നടത്തുകയും വെടിനിർത്തൽ കരാർ ലംഘിച്ചതായി കുറ്റപ്പെടുത്തുകയും ചെയ്തു. ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾ വെടിനിർത്തൽ കരാറിന്റെ നഗ്നമായ ലംഘനമാണെന്ന് ആരോപിച്ചുകൊണ്ട് ഞായറാഴ്ച ഇറാൻ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തി. ഇതിന് മറുപടിയായി തിങ്കളാഴ്ച പുലർച്ചെ ഇസ്രായേൽ ഇറാന്റെ വിവിധ ഭാഗങ്ങളിലുള്ള സൈനിക സാമ്പത്തിക ലക്ഷ്യങ്ങൾക്ക് നേരെയും വ്യോമാക്രമണം നടത്തി. ടെഹ്റാൻ, ഇസ്ഫഹാൻ തുടങ്ങിയ നഗരങ്ങളിൽ സ്ഫോടനങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഹിസ്ബുള്ളയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചതിനെ തുടർന്നാണ് താൻ ഈ ആക്രമണങ്ങൾക്ക് ഉത്തരവിട്ടതെന്ന് നെതന്യാഹു വ്യക്തമാക്കി. എന്നാൽ ഇതോടൊപ്പം ആക്രമണം തൽക്കാലം നിർത്തുകയാണെന്ന് പ്രഖ്യാപിച്ച അദ്ദേഹം ഇറാന്റെ ഭാഗത്തു നിന്ന് ഇനി എന്തെങ്കിലും പുതിയ ആക്രമണം ഉണ്ടായാൽ അതിനെ ശക്തമായി തന്നെ നേരിടുമെന്ന് മുന്നറിയിപ്പും നൽകി. ഇറാനും ലെബനനുമെതിരെയുള്ള ആക്രമണങ്ങൾ ശക്തമാക്കുന്നത് അവസാനിപ്പിക്കാൻ ട്രംപ് നെതന്യാഹുവിന് മേൽ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. ഈ ആക്രമണങ്ങൾ കാരണം കരാർ തകരുകയാണെങ്കിൽ ഇസ്രായേലിനുള്ള US പിന്തുണ പിൻവലിക്കുമെന്ന് അദ്ദേഹം ഭീഷണിപ്പെടുത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. കരാർ യാഥാർത്ഥ്യമാകാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂവെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ആണവായുധ നിർമ്മാണ ശ്രമങ്ങൾ ഉപേക്ഷിക്കണമെന്നും നിലവിലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം കൈമാറണമെന്നതുമാണ് അമേരിക്ക പ്രധാനമായും ഇറാനോട് ആവശ്യപ്പെടുന്നത്. എന്നാൽ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം തങ്ങൾക്ക് ലഭിക്കണമെന്നും തങ്ങളുടെ തുറമുഖങ്ങൾക്ക് മേലുള്ള അമേരിക്കയുടെ ഉപരോധം നീക്കണമെന്നും ലെബനനിൽ ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ നടക്കുന്ന പോരാട്ടം അവസാനിപ്പിക്കണമെന്നുമാണ് ഇറാന്റെ ആവശ്യം. അതേസമയം തങ്ങൾ US ചാരവൃത്തി നടത്തുന്നുവെന്ന ആരോപണം ഇസ്രായേൽ തള്ളുകയാണ്. തങ്ങൾ അമേരിക്കൻ ഉദ്യോഗസ്ഥരെയോ സ്ഥാപനങ്ങളെയോ നിരീക്ഷിക്കുന്നില്ലെന്നും അമേരിക്കയ്ക്ക് യാതൊരുവിധ ഭീഷണിയും ഉയർത്തുന്നില്ലെന്നും ഇസ്രായേൽ എംബസി വ്യക്തമാക്കി. എന്നാൽ ട്രംപ് രണ്ടാമതും അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേറ്റുന്ന മുതൽ US ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ടുള്ള ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിവരശേഖരണം നിയന്ത്രണാതീതമായി തുടരുകയാണെന്ന് ട്രംപ് ഭരണകൂടത്തിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ ന്യൂയോർക്ക് ടൈംസിനോട് വെളിപ്പെടുത്തി. ഇസ്രായേലിൽ സേവനമനുഷ്ഠിക്കുന്ന അല്ലെങ്കിൽ ഇസ്രായേലി പങ്കാളികളോടൊപ്പം പ്രവർത്തിക്കുന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥർക്ക് ഈ കൗണ്ടർ ഇന്റലിജൻസ് സുരക്ഷാ ഭീഷണികളെക്കുറിച്ച് വ്യക്തമായ അറിവുണ്ടായിരുന്നുവെന്ന് രണ്ട് മുതിർന്ന US സൈനിക ഉദ്യോഗസ്ഥരും ന്യൂയോർക്ക് ടൈംസിനോട് വ്യക്തമാക്കി.